കുറച്ച് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചൊരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാലോ? ഇത് തയ്യാറാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന എല്ലാ ഫാഷൻ ഫ്രൂട്ടും അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് അധികം വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതിനെ അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒരു 3 നാരങ്ങയുടെ നീരും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനെ ഇനി നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പം നല്ല പോലെ തിളച്ച് തന്നു. ഞാനിപ്പോൾ മധുരം കുറവായിട്ട് കുറച്ച് മധുരം കൂടി ഇതിനകത്തായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഇതുപോലുള്ള ബോട്ടിലുകളിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് 1 വർഷം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഹോം മെയ്ഡ് സ്ക്വാഷ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിന് സ്ക്വാഷ് ഒഴിക്കുക. അതിലേക്ക് അല്പം തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.